കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിലെ കാലതാമസത്തെ വിമർശിച്ച് ബി.ജെ.പി നേതാവ് കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പിട്ടിരുന്നു. നിയമസഭയിൽ 66 അംഗങ്ങളുടെ പിന്തുണയുണ്ടായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് മടിക്കുന്നത് മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഭയന്നിട്ടാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രിയായി ആര് ചുമതലയേറ്റാലും അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്നത് പാണക്കാട് തറവാട്ടിലായിരിക്കുമെന്നും സുരേന്ദ്രൻ കുറിച്ചു. ഈ പ്രസ്താവന ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. വോട്ട് ചെയ്തവർ വരും വർഷങ്ങളിൽ ഇതിന്റെ ഫലം അനുഭവിക്കുമെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പരാജയം നേരിട്ട സുരേന്ദ്രൻ യുഡിഎഫിനുള്ളിലെ ജനാധിപത്യപരമായ ചർച്ചകളെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നത്. നിലവിൽ ഡൽഹിയിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെ നേതാക്കളുമായി ചർച്ചകൾ തുടരുകയാണ്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പേരുകൾ സജീവമായി പരിഗണനയിലുണ്ട്. എം.എൽ.എമാരുടെ പിന്തുണയും ഘടകകക്ഷികളുടെ നിലപാടുകളും പരിശോധിച്ച ശേഷമാകും അന്തിമ തീരുമാനം. ഈ സാഹചര്യത്തിലാണ് ഭരണപരമായ തീരുമാനങ്ങളിൽ പുറത്തുനിന്നുള്ള സംഘടനകളുടെ ഇടപെടലുണ്ടെന്ന ആരോപണവുമായി ബി.ജെ.പി രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വൈകുന്നത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സമവായത്തിലൂടെയുള്ള തീരുമാനത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ ക്ലാസിക് ജ്വല്ലറി.